ഹായ് മൈ ഫാമിലി. ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ വർക്ക് ചെയ്ത ഒരു സൈറ്റിലെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാനാണ് വന്നത്. ഞാൻ അജി. ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് തിരുവനന്തപുരം പയറത്തുള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്ത വർക്കാണ്. ഈ നിൽക്കുന്നത് ഒരു സിറ്റ് ഔട്ടാണ്, ഒരു ചെറിയ സിറ്റ് ഔട്ട്. അതിൽ നിന്ന് ഇത് ഫ്രണ്ട് ഡോറാണ്. നല്ല തേക്കിൻ്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറന്ന് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് ഒരു ഹോളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോളാണ്. അവിടുന്ന് ഈ നേരെ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. 10x11 ചെറിയ ബെഡ്റൂമാണ്, എന്നാലും അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം വലിപ്പവും ഉണ്ട്. 7x4 ബാത്റൂമും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു 1200 സ്ക്വയർ ഫീറ്റാണ്. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ബെഡ്റൂം, ഇത് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ്. 10x10 ബെഡ്റൂം. ഇതൊരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. 5x6. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കിച്ചനും അത്യാവശ്യം സൗകര്യമുണ്ട്. 10x8. ചെറിയ കിച്ചനാണ്, എന്നാലും അത്യാവശ്യം മോശം തെറ്റില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ടൈല് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഫ്ലോർ മൊത്തം മൂടിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഫ്ലോറിൽ ടൈല് കാണിക്കാത്തത്. ഇത് ഒരു ചെറിയൊരു വർക്ക് ഏരിയ. പിന്നെ ഇവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറ്. ഇതിത്രയാണ് താഴത്തത്. പിന്നെ ഇതിൻ്റെ തട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പുതിയൊരു മോഡലാണ് ഈ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റെയർ കേസിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ വാഷ് സ്പേസ്, കുറച്ച് സ്പേസ് കിട്ടിയപ്പോൾ ഇവിടെ വാഷ് സ്പേസ് വെക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം സ്ഥലം വേസ്റ്റ് ആവില്ല. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കയറി പോകുമ്പോൾ സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം 58 രൂപ വില വരുന്ന, സ്ക്വയർ ഫീറ്റ് 58 രൂപ വില വരുന്ന ടൈലാണ്. ഇത് സ്റ്റെയർ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം മേളിലൊരു റൂമുണ്ട്, അത് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി കബോർഡ് ചെയ്ത് മൊത്തം സീലിംഗ് ചെയ്ത് മറച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മേളിൽ കയറുന്നത് പുറത്തിറങ്ങി പുറത്തുനിന്നേ കയറാൻ പറ്റത്തുള്ളൂ. പുറത്തൊരു അഡീഷണൽ സ്റ്റെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് മേളിൽ കയറാൻ വേണ്ടി. സെപ്പറേറ്റായിട്ട് ചെയ്ത സ്റ്റെയറാണ്. ഇത് മേളിൽ കയറുമ്പോൾ ഇവിടെ ചെറിയൊരു ഹോളല്ല, ഇത് കിച്ചണാക്കി. ഇത് ഇവിടെ കിച്ചൺ, അതായത് മേളിൽ താമസിക്കുന്ന ആളിന് അവർക്ക് വേണ്ടിയാണ് ഒരു കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യത്തിന് വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. 12x11 ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം. അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ബെഡ്റൂമാണ്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം തെറ്റില്ലാത്തൊരു ബാത്റൂമാണ്. പിന്നെ ഇത് മൊത്തം ടോട്ടൽ 1200 സ്ക്വയർ ഫീറ്റാണ് ഇതുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ടെറസിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഓപ്പൺ ടെറസാണ്.
ഇതൊരു ഓപ്പൺ ടെറസാണ്. ഇവിടെ ഫ്രണ്ടിൽ ഗ്ലാഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്ലാഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് വർക്കായിരുന്നു. നമുക്ക് ഇന്നത്തോടെ നമ്മൾ വർക്ക് ഇവിടെ കഴിയും. ഇനി നമുക്ക് പുറത്ത് ഒരു 2 ദിവസത്തെ വർക്കും കൂടി ഉണ്ട്. വെളി സൈഡ് അകത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയും. ഇവിടെ കിച്ചൺ കബോർഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വാഷ് ബേസ്, പിന്നെ ഇവിടെ അടുപ്പ് വയ്ക്കാൻ വേണ്ടി സ്റ്റൗ വയ്ക്കാൻ വേണ്ടിയുള്ള ഇത്. പിന്നെ ഡോർ സ്ലൈഡിംഗ് ആണ്, അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട്. കാരണം അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ക്യാമറയിലല്ല ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. അത് ഞാൻ പോകുന്നതോറും അത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ മൈക്ക് ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് പറയുന്നതാണ്. മൈക്കില്ല, ഫോണിൽ കൂടി ഡയറക്റ്റായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് വോയിസിൽ ചെറിയ വേരിയേഷൻ കാണും. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ക്ലയൻറ്റിനുള്ള സന്തോഷം പോലെയാണ് നമുക്കൊരു വീട് വർക്ക് ചെയ്ത് പൂർത്തിയാക്കി അവരുടെ കയ്യിൽ താക്കോൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. നമുക്കും അവരുടെ അതേപോലത്തെ സന്തോഷമാണ്. നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.